ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ചക്കപ്പെരുമാ എന്ന ലെസൺ അല്ലേ, 14ാമത്തെ ലെസൺ. നമുക്ക് എക്സാമിന് 13 ലെസൺ വരെയാന്ന് പറഞ്ഞത്, ഇത് പെടൂല കേട്ടോ. അപ്പോ അരുണും നീലിമയും തൊടിയിൽ കളിക്കുകയായിരുന്നു. ഡും, പെട്ടെന്നൊരു ശബ്ദം. രണ്ടുപേരും പേടിച്ചുപോയി. അതിരിലെ പ്ലാവിന്റെ ചുവട്ടിൽ നിന്നാണ് ഒച്ച കേട്ടത്. കളി നിർത്തി അവർ അങ്ങോട്ട് ഓടി. ഒരു വലിയ ചക്ക നിലത്ത് വീണ് കിടക്കുന്നു. പഴുത്ത ചക്കയുടെ മണം. അവരുടെ വായിൽ വെള്ളമൂറി. നമുക്കിത് വീട്ടിലേക്ക് കൊണ്ടുപോകാം, നീലിമ പറഞ്ഞു. അവൾ അത് പൊക്കാൻ നോക്കി. കയ്യിൽ എന്തോ കുത്തുന്നത് പോലെ. അവൾ പിൻവാങ്ങി. അരുണിന് ചിരി വന്നു. അവൻ ചക്ക പിടിച്ചു വലിച്ചു. നീങ്ങുന്നില്ല. വല്ലാത്ത ഭാരം. തോൽവി സമ്മതിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നമുക്ക് മുത്തശ്ശിയെ വിളിക്കാം. അരുൺ പിടുത്തം വിട്ടു. എന്നാൽ അവന് കൈ പിൻവലിക്കാൻ കഴിഞ്ഞില്ല. ചക്കപ്പശ പുരണ്ട് കൈ ചക്കയിൽ ഒട്ടിപ്പോയിരുന്നു. ചക്ക ചവിട്ടിപ്പിടിച്ച് അവൻ കൈ വലിച്ചെടുത്തു. വിരലുകളിൽ നിറയെ ചക്കപ്പശ. നീലിമ വീട്ടിലേക്ക് ഓടി. മുത്തശ്ശി, ഒരു വലിയ ചക്ക വീണ് കിടക്കുന്നു. പൊക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. മുത്തശ്ശി ഒന്ന് വരുമോ? അവൾ ചോദിച്ചു. ഒരു കത്തി എടുത്തിട്ട് വാ, ഞാനും വരാം, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി നീലിമയോടൊപ്പം പ്ലാവിന്റെ ചുവട്ടിലേക്ക് ചെന്നു. അരുൺ കയ്യിലെ ചക്കപ്പശ കളയാൻ ശ്രമിക്കുന്നു. അവന്റെ പ്രയാസം കണ്ട് അവർക്ക് ചിരി വന്നു. ചക്കപ്പശ കളയാനുള്ള വിദ്യ മുത്തശ്ശി പറഞ്ഞു കൊടുത്തു. പോയി കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടി വാ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ചക്കപ്പശ കയ്യിൽ നിന്ന് പോകാൻ എന്താ ചെയ്യണ്ടേ? വെളിച്ചെണ്ണ പുരട്ടിയാന്ന് പറഞ്ഞു അല്ലെ. പുരട്ടി വാന്ന് പറഞ്ഞു. മുത്തശ്ശി ഒരു വാഴയിലെ മുറിച്ചെടുത്ത് നിലത്ത് വിരിച്ചു. ചക്ക അതിനകത്തേക്ക് ഉരുട്ടി വെച്ചു. മൂർച്ചയുള്ള കത്തി കൊണ്ട് ചക്ക പിളർന്നു. അപ്പോഴേക്കും അരുണും തിരിച്ചെത്തിയിരുന്നു. മുത്തശ്ശി ചുള ഓരോന്നായി പിഴുതെടുത്ത് കുട്ടികൾക്ക് നൽകി. അപ്പൊ എന്താ ചെയ്ത മുത്തശ്ശി? ഒരു വാഴയിലയില് വെച്ച് എന്ത് ചെയ്തു? മുറിച്ചു അല്ലെ, നിലത്ത് വിരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ചക്ക അതിനകത്തേക്ക് ഉരുട്ടി വെച്ചു. മൂർച്ചയുള്ള കത്തി കൊണ്ട് ചക്ക പിളർന്നു. അപ്പോഴേക്കും അരുണും തിരിച്ചെത്തിയിരുന്നു. മുത്തശ്ശി ചുള ഓരോന്നായി പിഴുതെടുത്ത് കുട്ടികൾക്ക് നൽകി അല്ലെ. നല്ല രുചിയോടെ അവരത് കഴിച്ചു. നന്നായി പഴുത്താണെങ്കിൽ ഇതുപോലെ മണമുണ്ടാകും. ആരും മുത്തശ്ശി പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ. ചക്കക്ക് എങ്ങനെയാ ഉണ്ടാവുക? നന്നായി പഴുത്തതാണെങ്കിൽ എന്തുണ്ടാവും? ഇതുപോലെ മണമുണ്ടാകും. തൊട്ട് നോക്കിയാലും അറിയാം, അല്ലെങ്കിൽ ചൂഴ്ന്നു നോക്കണം. ചക്കയാണോ ചൂഴ്ന്നു നോക്കാൻ എന്ന് ചോദിക്കുന്നത് കേട്ടില്ലേ അല്ലെ. ചക്കയാണെങ്കിൽ എന്ത് ചെയ്യാ? ഉള്ളിലത്തെ രുചി അറിയാം, ചൂഴ്ന്നു നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചക്കച്ചുള മാത്രമല്ലേ നാം എടുക്കൂ എന്ന് ചോദിച്ചു അല്ലെ അവര്. അല്ല അല്ലെ, അല്ല, ചുള പുഴുങ്ങിയോ അല്ലാതെയോ തിന്നാം. കുരുവും കൂഞ്ഞും ഉപ്പേരി വെക്കാം അല്ലെ. ചക്ക കൊണ്ട് എന്തൊക്കെയാ ഗുണങ്ങൾ നോക്കിയേ. കുരുവും കൂഞ്ഞും ഉപ്പേരി വെക്കാം. കുരു ചുട്ടു തിന്നുകയും ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും തിന്നാറുണ്ടോ? കുരു പുഴുങ്ങി തിന്നാ, ചുട്ടു തിന്നാ അല്ലെ? ഇല്ല അല്ലെ. തിന്നു നോക്കണം, നല്ല രുചിയായിരിക്കും. അതെ അല്ലെ. അപ്പോ കുരു എന്ത് ചെയ്യാ? ചുട്ടു തിന്നുകയും ചെയ്യാം. ചുളയും കുരുവും ഉണക്കി വെച്ചാൽ പിന്നീട് ഉപയോഗിക്കാം അല്ലെ. കുരുവൊക്കെ ഉപയോഗിക്കാറുണ്ട്. ചുള നമ്മൾ വറക്കാനൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും, ഉണക്കി വെച്ചാല് അല്ലെ. നല്ല രുചിയാണ്. എല്ലാ ഭാഗങ്ങളും നല്ല രുചിയുള്ളതാണ് അല്ലെ. അപ്പൊ ചക്കക്കുരു, കരുളും ചക്കച്ചവണിയും ഒക്കെ പശുവിനും കൊടുക്കാം. ഇതൊക്കെയായിരുന്നു പണ്ടത്തെ പതിവ് അല്ലെ. ഇപ്പൊ കുറെ കാലം മുമ്പ് എങ്ങനെയായിരുന്നു? ചക്കയൊക്കെ ഒരു ഉപേക്ഷിച്ച മട്ടിലായിരുന്നു. പക്ഷെ കൊറോണ വന്നതോടെ എല്ലാവരും ചക്കയും കാര്യമായി ഉപയോഗിച്ചു അല്ലെ, വീട്ടിൽ തന്നെ ആയ സമയത്ത്. അപ്പൊ ഇതൊക്കെയായിരുന്നു പണ്ടത്തെ പതിവ്. അന്ന് നമ്മുടെ നാട്ടിൽ വലിയ പട്ടിണിയായിരുന്നു. ചക്കയും മറ്റുമാണ് മിക്കവരുടെയും വിശപ്പ് മാറ്റിയത്. നിങ്ങൾ അമ്മൂമ്മ പാട്ട് കേട്ടിട്ടില്ലേ? എന്താണ്? താളും തകരേ മുമ്മാസം, ചക്കേ മാങ്ങേ മുമ്മാസം, ചേനയും കൂർക്കേ മുമ്മാസം, അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം. കുട്ടികൾ ആദരവോടെ ചക്ക തൊട്ടു നോക്കി. അപ്പൊ ചക്കയുടെ എല്ലാ ഗുണങ്ങളെ കുറിച്ചും മുത്തശ്ശി അവർക്ക് പറഞ്ഞു കൊടുത്തു അല്ലെ. ചെറിയ കുട്ടികളായതുകൊണ്ട് അവർക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ചക്കയ്ക്ക് ഇങ്ങനെയൊക്കെ പല ഗുണങ്ങളും ഉണ്ടെന്ന് ആര്? അമ്മുമ്മ പറഞ്ഞു കൊടുത്തു അല്ലെ. എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ചക്കക്കുരു കഴിക്കാൻ പറ്റും, ചുള കഴിക്കാൻ പറ്റും, അതിന്റെ ചവണിയും അതിന്റെ കരുളും ഒക്കെ ആർക്ക് കൊടുക്കാം? പശുവിന് തീറ്റയായി കൊടുക്കാം അല്ലെ. അപ്പോ അതുപോലെ ചക്ക നമുക്ക് ഉണക്കി സൂക്ഷിച്ചാൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാം. കുരു എടുത്തു വെക്കാറുണ്ട് അല്ലെ. അപ്പൊ ചക്കയുടെ എല്ലാ വശങ്ങളും ഒരുപോലെ ഉപയോഗപ്രദമാണ് നമുക്ക് അല്ലെ. അപ്പൊ നിങ്ങള് ചക്കയൊക്കെ കഴിക്കാറുണ്ടാവില്ല ചെറിയ കുട്ടികൾ അല്ലെ. പുതിയ തരം നല്ല നല്ല ഫ്രൂട്ട്സിനായിരിക്കും എല്ലാ കുട്ടികൾക്കും ഇഷ്ടം അല്ലെ. ആപ്പിള്, മുന്തിരി, ഓറഞ്ച് അങ്ങനത്തെ ആയിരിക്കും, അനാറ്. പക്ഷെ അതൊന്നല്ല ചക്കയ്ക്കും. അതെ അല്ലെ.
ഓക്കെ, അപ്പൊ ചക്കക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും കഴിക്കാൻ നല്ല രുചിയാണ്. ഞാൻ ചക്ക അപ്പൊ ചക്കപ്പെരുമ എല്ലാരും മ്യൂട്ട് ചെയ്ത് വെക്കണേ മക്കളെ. അപ്പൊ ചക്കപ്പെരുമ എന്ന പാഠം നിങ്ങൾക്ക് മനസ്സിലായോ എല്ലാവർക്കും? ചക്കയെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഓക്കെ, കുറെ കാര്യങ്ങൾ പഠിച്ചു, എന്തൊക്കെ ഗുണങ്ങളാണെന്ന് പഠിച്ചു അല്ലേ? അപ്പോ അരുണും നീലിമയാണ് വീട്ടുമുറ്റത്ത് ചക്ക വീണ് കണ്ടതല്ലേ കളിക്കുന്ന സമയത്ത്. അപ്പൊ അവർക്കത് കൈക്ക് കരൂള് അല്ലെ, മുള്ളു പോലത്തെ പുറത്തുള്ളതാണ്. അപ്പൊ വലിയ ഫ്രൂട്ടാണ് ചക്ക അല്ലെ, ജാക്ക് ഫ്രൂട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് അല്ലേ? അപ്പൊ ചക്കപ്പെരുമ എന്ന പാഠം നിങ്ങൾക്ക് ചക്കയെ കുറിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ് അല്ലെ? അപ്പൊ ആരും ഇതൊന്ന് വായിക്കുന്ന പാഠം? ജുവല. ഓക്കെ, ജുവല് വായിച്ചോ. ജുവല അൺമ്യൂട്ട് ചെയ്ത് വായിച്ചോ. ചക്കപ്പെരുമ അരുണും നീലിമയും ഓട്ടോയിൽ കളിക്കുകയായിരുന്നു. എല്ലാ മക്കളും ശ്രദ്ധിക്കണേ, പകുതിയാവുമ്പോ ഞാൻ ചിലപ്പം വായിക്കാൻ പറയും. ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, വായിച്ചോ ജുവല. ശബ്ദം രണ്ടുപേരും പേടിച്ചു പോയി. അതിലെ പ്ലാവിന്റെ ചുവട്ടിൽ നിന്നാണ് ഒച്ച കേട്ടത്. കാലി നിർത്തി അവർ അങ്ങോട്ട് ഓടി. ഒരു വലിയ ചക്ക നിലത്ത് വീണ് കിടക്കുന്നു. പഴുത്ത ചക്കയുടെ മണം അവരുടെ വായിൽ വെള്ളമൂറി. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടു. ശരിക്കും കേൾക്കുന്നില്ല. കുറച്ച് ക്ലിയർ കുറവുണ്ട് അല്ലേ മക്കളെ? ഓക്കെ, മിസ്സിന് കേൾക്കുന്നുണ്ട്. വായിച്ചോ. നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, മ്യൂട്ട് ചെയ്ത് വെച്ച്. അല്ല, ജുവല് വായിക്കട്ടെ. അവൾ പിൻവാങ്ങി. അവൻ ചക്ക പിടിച്ചു വലിച്ചു. നിൽക്കുന്നില്ല, വല്ലാത്ത ഭാരം. തോൽവി സമ്മതിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നമുക്ക് മുത്തശ്ശിയെ വിളിക്കാം. അരുൺ പിടുത്തം വിട്ടു. എന്നാൽ അവന് കൈ പിൻവലിക്കാൻ കഴിഞ്ഞില്ല. ചക്കപ്പച്ചക്കുറിന്റെ കൈ ചക്കയിൽ ഒട്ടിപ്പോയിരുന്നു. ചക്ക ചവിട്ടി പിടിച്ചവൻ കൈ വലിച്ചു. നീലമ്മ വീട്ടിലേക്ക് ഓടി. മുത്തശ്ശി ഒരു വലിയ ചക്ക വീണ് കിടക്കുന്നു. പോകാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. മുത്തശ്ശി ഒന്ന് വരുമ്പോ അവൾ ചോദിച്ചു, ഒരു കത്തി എടുത്തിട്ട് വാ, ഞാനും വരാം. മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി നീലമ്മയോടൊപ്പം പ്ലാവിന്റെ ചുവട്ടിലേക്ക് ചെന്നു. അരുൺ കയ്യിലെ ചക്കപ്പശ കളയാൻ ശ്രമിക്കുന്നു. അവന്റെ പ്രയാസം കണ്ട് അവർക്ക് ചിരി വന്നു. ചക്കപ്പശ കളയാനുള്ള വിധി മുത്തശ്ശി പറഞ്ഞു കൊടുത്തു. പോയി കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടി വാ. ഓക്കെ ജുവലേ. നെക്സ്റ്റ് ശിവാന വായിച്ചോ. മുത്തശ്ശി ഒരു വാഴയില മുറിച്ചെടുത്തു. നിലത്തു വിരിച്ചു. ചക്ക അതിനകത്തേക്ക് ഉരുട്ടി വെച്ചു. മൂർച്ചയുള്ള കത്തി കൊണ്ടു ചക്ക പിളർന്നു. അപ്പോഴേക്കും അരുണും തിരിച്ചെത്തിയിരുന്നു. മുത്തശ്ശി ചുള ഓരോന്നായി കുട്ടികൾക്കു നൽകി. നന്നായി പഴുത്തതാണെങ്കിൽ ഇതുപോലെ മണമുണ്ടാകും.
തൊട്ടു നോക്കിയാലും അറിയാം. നോക്കിയാലും അറിയാം. അല്ലെങ്കിൽ ചൂഴ്ന്നു നോക്കണം. ചക്കയാണോ ചൂഴ്ന്നു നോക്കാൻ ചോദിച്ചതു കേട്ടിട്ടില്ലേ? ചക്കച്ചുള മാത്രമല്ലേ നാം എടുക്കൂ, അല്ല ചുള പുഴുങ്ങിയോ അല്ലാതെയും തിന്നാം. കുരുവും കൂനും ഉപ്പേരി വെക്കാം. കുരു ചുട്ടു തിന്നുകയും ചെയ്യാം. ചുളയും കുരുവും ഉണക്കി വെച്ചാൽ പിന്നീട് ഉപയോഗിക്കാം. ചക്കക്കരുവും ചവണിയും ഒക്കെ പശുവിന് കൊടുക്കാം. ഇതൊക്കെയായിരുന്നു പണ്ടത്തെ പതിവ് എന്ന് നമ്മുടെ നാട്ടിൽ വലിയ പട്ടിണിയായിരുന്നു. ചക്കയും മറ്റുമാണ് മിക്കവരുടെയും വിശപ്പ് മാറ്റിയത്. നിങ്ങൾ അമ്മുമ്മ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? താളും തകരയും ചക്കയും മാങ്ങയും മുമ്മാസം ചേനയും കൂർക്കയും മുമ്മാസം അങ്ങനെ ഇങ്ങനെ മുമ്മാസം. കുട്ടികൾ ആദരവോടെ ചക്ക തൊട്ടു നോക്കി. ഓക്കെ, അപ്പോ താളും തകരയും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? താള് പറഞ്ഞ അറിയോ മക്കളെ? എന്താണ്? ഏത്? അടുത്തത് ഞാൻ വായിക്കാം. ഓക്കെ. താള് എന്ന് പറഞ്ഞ എന്താണെന്ന് അറിയോ? താള് കേട്ടിട്ടുണ്ടോ? ചേമ്പറിയോ? ചേമ്പ്. ഓക്കെ, അതാണ് താള് പറയുന്നത് കേട്ടോ. പിന്നെ തകര ചപ്പ് പറഞ്ഞിട്ടൊന്നുണ്ട്. നിങ്ങൾ കാണാറുണ്ടോ? തകര കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? നമ്മള് വറവുണ്ടാക്കാറുണ്ടല്ലോ. ഇന്നലെ ചേമ്പിന്റെ അതെയാ. താളും തകരയും മുമ്മാസം 3 മാസം അല്ലെ? ചക്കയും മാങ്ങയും അടുത്ത 3 മാസം. അങ്ങനെ ഇങ്ങനെയും 3 മാസം കഴിഞ്ഞാൽ ഓരോ മാസം കഴിയും അല്ലെ? അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ. അടുത്ത ആരാ വായിക്കുന്നത്? തകരയുണ്ടോ? അതെ അല്ലെ? തകരയുടെ ഇല നല്ലയാണ് വെച്ച് കഴിക്കാൻ. വറവ് ഉപ്പേരി ആക്കാറുണ്ട്. ഉപ്പേരി എന്ന് പറയാറുണ്ട്. അതെ അല്ലേ? എന്താ അതില് ലാസ്റ്റ്? അതെ അല്ലെ? അപ്പൊ ലാസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേ? കുട്ടികൾ ആദരവോടെ ചക്ക തൊട്ടു നോക്കി. ആദരവ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആദരവ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പാഠത്തില് ആദരവ് എന്ന പദത്തിന്റെ അർത്ഥം പഠിച്ചിട്ടുണ്ട്. അറിയോ? ബഹുമാനം. ഓക്കെ, ഗുഡ്. അപ്പൊ ആദരവ്, ബഹുമാനം. കളയുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കളയുക, നമ്മൾ ആ പെൻസിൽ ഉപേക്ഷിച്ചു. ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. കളയുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. പിഴുതെടുക്കുക. എന്താണ് പിഴുതെടുക്കുക? പിഴുതെടുക്കുക, പറിച്ചെടുക്കുക. ചൂഴ്ന്നു നോക്കുക. തുരന്നു നോക്കുന്നതിനാണ് ചൂഴ്ന്നു നോക്കുക എന്ന് പറയാ. ചൂഴ്ന്നു നോക്കുക പറഞ്ഞാൽ തുരന്നു നോക്കുക. ഓക്കെ. അപ്പൊ അത്രയും വേർഡ്സ് ആണ് അതിൽ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. ആദരവ് നമ്മൾ കഴിഞ്ഞ നെഹ്റുവിന്റെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ബഹുമാനം. കളയുക, ഉപേക്ഷിക്കുക. പിഴുതെടുക്കുക, പറിച്ചെടുക്കുക. ചൂഴ്ന്നു നോക്കുക, തുരന്നു നോക്കുക അല്ലേ? ഓക്കെ. അപ്പൊ അത്രയും വേർഡ്സിന്റെ അർത്ഥമേ. അടുത്ത മിൻഹാജ് വായിച്ചോ.
അരുണും നീലിമയും തോടിയിൽ കളിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ശബ്ദം. രണ്ടുപേരും പേടിപ്പോയി. അതിരിലെ പ്ലാവിന്റെ ചുവട്ടിൽ നിന്നാണ് ഒച്ച കേട്ടത്. കളി നിർത്തി അവർ അങ്ങോട്ട് ഓടി. ഒരു വലിയ ചക്ക നിലത്തു വീണു കിടക്കുന്നു. അവരുടെ വായിൽ വെള്ളം. നമുക്കിത് വീട്ടിലേക്ക് കൊണ്ടുപോകാം. വീട്ടിലേക്ക് പോവാം. നീലിമ പറഞ്ഞു. അവൾ അതോ പൊക്കാൻ നോക്കി. എന്തോ കുത്തുന്നത് പോലെ അവൾ പിൻവാങ്ങി. അരുണിന് ചിരി വന്നു. അവൻ ചക്ക പിടിച്ചു വലിച്ചു. നീങ്ങുന്നില്ല. വല്ലാത്ത ഭാരം. തോൽവി സമ്മതിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മുത്തശ്ശിയെ വിളിക്കാം. അരുൺ പിടുത്തം വിട്ടു. എന്നാൽ അവന് കൈ പിൻവലിക്കാൻ കഴിഞ്ഞില്ല. ചക്ക പശ ഉരണ്ടു കൈ ചക്കയിൽ ഒട്ടിപ്പോയിരുന്നു. ചക്ക തവിട്ടി പിടിച്ച് അവൻ കൈ വലിച്ചെടുത്തു. വിരലുകളിൽ നിറയെ ചക്കപ്പശ. നീലിമ വീട്ടിലേക്കോടി. മുത്തശ്ശി ഒരു വലിയ ചക്ക വീണു കിടക്കുന്നു. പൊക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. മുത്തശ്ശി ഒന്നു വരുമോ? അവൾ ചോദിച്ചു. മുത്തശ്ശി ഒരു കത്തി എടുത്തിട്ടു വാ, ഞാനും വരാം. മുത്തശ്ശി പറഞ്ഞു. ഓക്കെ മോനെ, അടുത്ത അമന്ന വായിച്ചേ. മുത്തശ്ശി നീലിമയോടൊപ്പം പ്ലാവിന്റെ ചുവട്ടിലേക്ക് ചെന്നു. അരുൺ കയ്യിലെ ചക്കപ്പശ കളയാൻ ശ്രമിക്കുന്നു. അവന്റെ പ്രയാസം കണ്ട് അവർക്ക് ചിരി വന്നു. ചക്കപ്പശ കളയാനുള്ള വിദ്യ മുത്തശ്ശി പറഞ്ഞു കൊടുത്തു. പോയി കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടി വാ. മുത്തശ്ശി ഒരു വാഴയില മുറിച്ചെടുത്ത് നിലത്ത് വിരിച്ചു. ചക്ക അതിനകത്തേക്ക് ഉരുട്ടി വെച്ചു. മൂർച്ചയുള്ള കത്തി കൊണ്ട് ചക്ക പിളർന്നു. അപ്പോഴേക്കും അരുണും തിരിച്ചെത്തിയിരുന്നു. മുത്തശ്ശി ചുള്ള ഓരോന്നായി പിഴുന്നെടുത്ത് കുട്ടികൾക്ക് നൽകി.
നന്നായി പെരുത്തതാണെങ്കിൽ ഇതുപോലെ മണമുണ്ടാകും. തൊട്ട് നോക്കിയാലും അറിയാം. അല്ലെങ്കിൽ ചുഴന്നു നോക്കണം. ചക്കയാണോ ചുഴന്നു നോക്കാൻ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? ചക്കച്ചുള മാത്രമല്ല നമ്മ എടുക്കൂ. അല്ല, ചുള പുഴുങ്ങിയോ അല്ലാതെയോ തിന്നാം. കുരുവും കൂനും ഉപ്പേരി വെക്കാം. കുരു ചുട്ടു തിന്നുകയും ചെയ്യാം. ചുളയും കുരുവും ഉണക്കി വെച്ചാൽ പിന്നീട് ഉപയോഗിക്കാം. ചക്കക്കരുളും ചക്കച്ചവണുമൊക്കെ പശുവിന് കൊടുക്കാം. ഇതൊക്കെയായിരുന്നു പണ്ടത്തെ പതിവ്. അന്ന് നമ്മുടെ നാട്ടിൽ വലിയ പട്ടിണിയായിരുന്നു. ചക്കയും മറ്റുമാണ് മിക്കവരുടെയും വിശപ്പ് മാറ്റിയത്. നിങ്ങൾ അമ്മൂമ്മ പാട്ട് കേട്ടില്ലേ? താളും തകരും മുമ്മാസം, ചക്കയും മാങ്ങിയും മുമ്മാസം, ചേനയും കൂർക്കയും മുമ്മാസം, അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം. കുട്ടികൾ ആദരവോടെ ചക്ക തൊട്ടു നോക്കി. ഓക്കെ, നെക്സ്റ്റ് ആരാ? ഇഫ്ര. ഓക്കെ, ഒരുപാടാണ്. ഇഫ്ര വായിക്കേ. അരുണും നീലിമയും തൊടിയിൽ കളിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ശബ്ദം. രണ്ടുപേരും പേടിച്ചുപോയി. അതിരില പ്ലാവിന്റെ ചുവട്ടിൽ നിന്നാണ് ഒച്ച കേട്ടത്. കളി നിർത്തി അവർ അങ്ങോട്ട് ഓടി. ഒരു വലിയ ചക്ക നിലത്ത് വീണു കിടക്കുന്നു. പഴുത്ത ചക്കയുടെ മണം. അവരുടെ വായിൽ വെള്ളമൂറി. നമുക്കിത് വീട്ടിലേക്ക് കൊണ്ടുപോകാം, നീലിമ പറഞ്ഞു. അവൾ അത് പൊക്കാൻ നോക്കി. കയ്യിൽ എന്തോ കുത്തുന്നത് പോലെ. അവൾ പിൻവാങ്ങി. അരുണിനു ചിരി വന്നു. അവൻ ചക്ക പിടിച്ചു വലിച്ചു. നീങ്ങുന്നില്ല. വല്ലാത്ത ഭാരം. തോൽവി സമ്മതിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നമുക്ക് മുത്തശ്ശിയെ വിളിക്കാം. അരുൺ പിടുത്തം വിട്ടു. എന്നാൽ അവനു കൈ പിൻവലിക്കാൻ കഴിഞ്ഞില്ല. ചക്കപ്പശ പുരണ്ടു. കൈ ചക്കയിൽ ഒട്ടിപ്പോയിരുന്നു. ചക്ക ചവിട്ടിപ്പിടിച്ച് അവൻ കൈ വലിച്ചെടുത്തു. വിരലുകളിൽ നിറയെ ചക്കപ്പശ. നീലിമ വീട്ടിലേക്ക് ഓടി. മുത്തശ്ശി, ഒരു വലിയ ചക്ക വീണു കിടക്കുന്നു. പൊക്കാൻ നോക്കിയിട്ടു പറ്റുന്നില്ല. മുത്തശ്ശി ഒന്ന് വരുമോ? അവൾ ചോദിച്ചു. ഒരു കത്തി എടുത്തിട്ട് വാ, ഞാനും വരാം, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി നീലിമയോടൊപ്പം പ്ലാവിന്റെ ചുവട്ടിലേക്ക് ചെന്നു. അരുൺ കയ്യിലെ ചക്കപ്പശ കളയാൻ ശ്രമിക്കുന്നു. അവന്റെ പ്രയാസം കണ്ട് അവർക്ക് ചിരി വന്നു. ചക്കപ്പശ കളയാനുള്ള വിദ്യ മുത്തശ്ശി പറഞ്ഞു കൊടുത്തു. പോയി കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടി വാ. മുത്തശ്ശി ഒരു ഓക്കെ മോളെ. അടുത്ത അനീറ്റ. മുത്തശ്ശി ഒരു വാഴയില മുറിച്ചെടുത്ത് നിലത്ത് വിരിച്ചു. ചക്ക അതിനകത്തേക്ക് ഉരുട്ടി വെച്ചു. മൂർച്ചയുള്ള കത്തി കൊണ്ട് ചക്ക പിളർന്നു. അപ്പോഴേക്കും അരുണും തിരിച്ചെത്തിയിരുന്നു. മുത്തശ്ശി ചുള ഓരോന്നായി പിഴുതെടുത്ത് കുട്ടികൾക്ക് നൽകി. നന്നായി പഴുത്തതാണെങ്കിൽ
ഇതുപോലെ മണമുണ്ടാക്കും. തൊട്ടു നോക്കിയാലും അറിയാം. അല്ലെങ്കിൽ ചുഴന്നു നോക്കണം. ചക്കയാണ് ചുഴന്ന് നോക്കാൻ ചക്കയാണോ ചൂഴ്ന്നു നോക്കാൻ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? ചുഴന്നു നോക്കാൻ എന്ന് ചോദിക്കുന്നതു കേട്ടിട്ടില്ലേ? ചക്കച്ചുള മാത്രമല്ല ചക്കച്ചുള മാത്രമല്ലേ നാം എടുക്കൂ. അല്ല ചുള പുഴുങ്ങിയോ അല്ലാതെയോ തിന്നാം. കുരുവും കൂഞ്ഞും ഉപ്പേരി വെക്കാം. കുരു ചുട്ട് തിന്നുകയും ചെയ്യാം. ചുളയും കുരുവും ഉണക്കി വെച്ചാൽ പിന്നീട് ഉപയോഗിക്കാം. ചക്കക്കരുളും ചക്കച്ചവണിയും ഒക്കെ പശുവിനും കൊടുക്കാം. ഇതൊക്കെയായിരുന്നു പണ്ടത്തെ പതിവ്. അന്ന് നമ്മുടെ നാട്ടിൽ വലിയ പട്ടിണിയായിരുന്നു. ചക്കയും മിക്കവരും വിശപ്പ് മാറ്റിയത്. നിങ്ങൾ അമ്മപ്പാട്ട് കേട്ടിട്ടില്ലേ? താളും തക്കരയും മുമ്മാസം, ചക്കയും മാങ്ങയും മുമ്മാസം, ചേനയും കൂർക്കയും മുമ്മാസം, അങ്ങനെ ഇങ്ങനെ മുമ്മാസം. കുട്ടികൾ ആദരവോടെ ചക്ക തൊട്ടു നോക്കി. ഓക്കെ മക്കളെ, നമ്മുടെ സമയം കഴിഞ്ഞു. ഇനി 1 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരും വായിച്ചിട്ട് വരിക. ഒരു ക്ലാസ്സിലും വായിപ്പിക്കും കേട്ടോ മിസ്. ഓക്കെ, എല്ലാവരും നന്നായി പഠിക്കണേ. എക്സാമിന് വേണ്ടി നന്നായി പഠിക്കണം. ഓക്കെ, ഗൂഗിൾ ഫോമിലായതുകൊണ്ട് 1 വേർഡ് പോലെയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണം. ഓക്കെ, ബൈ, സി യു, ബൈ ബൈ.